ഹലോ, വെൽക്കം ടു ഹൈ കിച്ചൺ. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി മലയാളികൾക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള 4 മണി പലഹാരങ്ങളിൽ ഒന്നായ പഴംപൊരി. ഇതിന് ചിലവർ വാഴയ്ക്കാപ്പം പറയും, ചിലർ ഏത്തയ്ക്കാപ്പം എന്ന് പറയും. മിക്കവാറും എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയണ്ടാകും. പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾ എൻ്റെ സ്റ്റൈലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റിൽ നല്ല നാടൻ പഴംപൊരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പഴം തീരെ പഴുപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും മധുരം ഉണ്ടാവില്ല, ആ ഒരു ടേസ്റ്റും ശരിയാവില്ല. അതുപോലെ തന്നെ ഓവറായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പഴം ചുറ്റും കറുത്ത നിറം വന്നിട്ടുണ്ടെങ്കിൽ ആ പഴം വെച്ച് ചെയ്താലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് രണ്ടിൻ്റെയും നടുക്ക് വരുന്ന പാവമാണ് ഏറ്റവും ബെസ്റ്റ് പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഇന്ന് 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തൊലിയെല്ലാം കളഞ്ഞ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പകുതി ഞാൻ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തിനാണ് ഈ 3ആയിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുമ്പം ഉൾഭാഗം അത്ര വെന്ത് കിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം പഴംപൊരി കഴിക്കുമ്പോൾ ഉൾഭാഗം ഒരുമാതിരി പുഴുങ്ങിയോണായിരിക്കും. അതിന് ഒരു ടേസ്റ്റ് ഇല്ല. കാരണം എന്താ, അതിൻ്റെ ഉൾഭാഗം വേവാത്തോണ്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം കട്ടി വേണം എങ്കിൽ ഓവർ കട്ടി പാടില്ല. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കാം. ഞാൻ മൈദ ചേർക്കാറില്ല സാധാരണ, കാരണം നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം അറിയില്ല. കൂടുതൽ ഹെൽത്തി ഗോതമ്പ് പൊടിയാണല്ലോ, അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. ഒരുപാട് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വറുത്ത് കഴിയുമ്പോൾ നിറം കുറച്ച് വ്യത്യാസം വരും, കുറച്ചും കൂടെ ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡ് കൂടും. 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പും പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരുപാട് ഇങ്ങനെ ലൂസ് ബാറ്റർ അല്ല, കുറച്ച് കട്ടിയുള്ള ബാറ്റർ തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ പഴം ഇതിൽ മുക്കി കഴിയുമ്പം ബാറ്റർ എല്ലാം വിട്ടുപോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, പക്ഷെ വെളിച്ചെണ്ണ ആയിരിക്കും ആ ഒരു ഒത്തൻറ്റിക് ഫ്ലേവർ കിട്ടണമെങ്കിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം എനിക്ക് 4 പഴമാണ് പൊരിക്കേണ്ടതെങ്കിൽ 4 പീസ് ഞാൻ ഒരുമിച്ച് സാധാരണ ബാറ്ററിലിടും. അപ്പോൾ നമുക്ക് സ്പീഡിൽ നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പം ഇട്ട് പെട്ടെന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്ന് ഡിപ്പ് ചെയ്ത് വറുത്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. തീരെ ലോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പഴംപൊരിയിൽ എണ്ണ കുടിക്കും. എന്ന് ഒരുപാട് ഹൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വേവുകയില്ല, പുറം ഭാഗം കരിഞ്ഞും പോകും. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ് ഒരു യെല്ലോയിഷ് ഗോൾഡൻ ബ്രൗണിഷ് ഷെയ്ഡ് ആവുന്നതോണം തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ സിമ്പിൾ ഈസി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ പുതിയൊരു വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.